പ്രവാസ ലോകത്തും അയ്യപ്പ പൂജ മഹോത്സവം ഒരുക്കി UAE-യിലെ അയ്യപ്പ ഭക്തർ. അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ ശരണ തീർത്ഥം എന്ന പേരിൽ 2 ദിവസങ്ങളിലായി നടന്ന പൂജ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 15,000-ഓളം വിശ്വാസികളാണ് എത്തിച്ചേർന്നത്. മണ്ഡലകാലത്തിന്റെ ചൈതന്യം നിറയുകയായിരുന്നു UAE-യിലും. കലിയുഗ വരദനായ ഹരിഹരപുത്രന്റെ അനുഗ്രാശിസുകൾ തേടി ആയിരങ്ങളാണ് അജ്മാൻ ഇന്ത്യൻ അസോസിയേഷനിലേക്ക് എത്തിയത്. ശരണാർച്ചനകളോടെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർ ഒത്തുചേർന്നപ്പോൾ ഇവിടം മറ്റൊരു പൂങ്കാവനമായി മാറി. മാലയിട്ട് വ്രതമെടുത്ത് അയ്യനെ കാണാൻ പോവാനാവാത്ത സങ്കടമെല്ലാം അവർ ശരണം വിളിച്ചും ഭജന പാടിയും ഭഗവാന് മുന്നിൽ സമർപ്പിച്ചു. നമുക്കറിയാം, അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലോകാരാധ്യനായിട്ടുള്ള ഒരു ദൈവമാണ്. ഏത് ജാതിയിലും മതത്തിലും പെട്ട ആളുകൾക്ക് അയ്യപ്പനെ കാണാനും തൊഴാനും ഉള്ള ഭാഗ്യം, ആ ദർശന ഭാഗ്യം അനുഭവിക്കാനുള്ള ഒരു ദൈവമാണ് അയ്യപ്പൻ. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിട്ട് വലിയൊരു അഭിമാന നേട്ടം തന്നെയാണ്. ഭഗവതി സേവയോടെയായിരുന്നു മഹോത്സവത്തിന് തുടക്കമായത്. ശബരിമല തന്ത്രി ബ്രഹ്മശ്രീ മഹേഷ് കണ്ഠരുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു 2 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾ. സംവിധായകൻ മേജർ രവി അടക്കമുള്ള പ്രമുഖർ ചടങ്ങുകളുടെ ഭാഗമായി. ത്യാഗബ്രഹ്മം TS രാധാകൃഷ്ണ സംഘം അവതരിപ്പിച്ച ഭക്തിഗാന സുധ ഭക്തജന സഞ്ചയത്തിന് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. മലയാളത്തിൻ്റെ തനിമ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരം നമ്മുടെ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്നത് പ്രവാസികളാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഡെയിലി മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ വർഷത്തിലൊരിക്കൽ അതൊരു ഓണാണെങ്കിലും ശരി, നമ്മുടെ എന്ത് ആഘോഷമാണെങ്കിലും അയ്യപ്പ പൂജ ആണെങ്കിലും ആ വർഷത്തിൽ കിട്ടുന്ന സമയത്ത് അതിനെ വളരെ കൃത്യതയോട് കൂടിയിട്ട് പരിപാലിച്ച് കൊണ്ടു നടക്കുന്ന പ്രവാസികളാണ്. അപ്പോൾ അവരാണെന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ, അത് ഇന്ത്യൻ ഭാരതീയ സംസ്കാരത്തിനെ പോലും അത് മുന്നോട്ട് കൊണ്ടു നടക്കുന്നത് ഇവരാണ്. UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്നായി 15,000-ഓളം ഭക്തരാണ് ഉത്സവത്തിൽ പങ്കുകൊള്ളുവാൻ അജ്മാനിലേക്ക് എത്തിയത്. 23ാമത് വർഷമാണ് അയ്യപ്പ സേവാ സമിതി UAE അയ്യപ്പ പൂജ മഹോത്സവം സംഘടിപ്പിക്കുന്നത്. ജനം, ദുബായ്.